ഹലോ ഗായ്സ്, നമസ്കാരം. അത് ഇന്ന് പോയ പരിപാടി ഇന്ന് അടിപൊളിയാണ്, നല്ല പോസിറ്റീവ് ആണ് ഫീൽ ചെയ്യണത്. അപ്പൊ ഇന്നത്തെ ഇത് പോയി കഴിഞ്ഞപ്പോ ട്രേഡ് ടെസ്റ്റ് എല്ലാം പാസ്സായി. ഇപ്പത്തെ മെസ്ക് കമ്പനിയിലാണ് ഇപ്പൊ കയറാൻ പോണത്. ട്രേഡ് ടെസ്റ്റ് പാസ്സായി, ബാക്കിയുള്ള ടെസ്റ്റ് ഒക്കെ പാസ്സായി. ഇനി നാളെ മെഡിക്കൽ ഒരു അസൈൻ ചെയ്തിട്ടുണ്ട്. അന്തേരി പോകണം. നാളെ രാവിലെ ഒരു 8 മണിക്ക് എണീറ്റ് അന്തേരി പോകണം എനിക്ക്. അപ്പൊ ഇപ്പത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. ഒന്ന്, എനിക്ക് CBD ബേലാപ്പൂരിലുള്ള മറ്റേ ഇവിടെ പോകണം, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോകണം. അവിടെ പോയിട്ട് CF ടാർബുക്ക് എടുക്കാനുണ്ട്. അപ്പൊ അങ്ങാടാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് CS തന്നെ ഇവിടെ തന്നെ വന്നിട്ട് MMDയിലും പോകണം. ഇത് ചെയ്യാനായിട്ട് അസസ്മെന്റ് ഇനി കൊടുക്കാനായിട്ട് കൊടുത്തിട്ട് എക്സാം ഒക്കെ പരിപാടി. നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ സ്റ്റേഷൻ എത്തി ഗായ്സ്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുത്തിട്ട് ഐ തിങ്ക് 20 കണ്ടാണ് മറ്റേ റൂട്ടാണ് നമുക്ക് കയറാനുള്ളത്. അങ്ങനെ ടിക്കറ്റ് കിട്ടി ഗായ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരികയാണ്. നിങ്ങളിത് കാണുക. ട്രെയിൻ ഓക്കെ, നമുക്ക് കയറാം. ഈ കാണുന്ന സീറ്റ് കണ്ടോ? ഈ കാണുന്ന സീറ്റിലാണ് നമുക്ക് സാധാരണ ടിക്കറ്റ് എടുത്താലിരിക്കുന്നത്. ഇത് ആൾക്കാര് ഇതിനേക്കാളും നല്ലൊരു കുഷനുള്ള സീറ്റൊക്കെ ഉണ്ട്. അപ്പൊ ആ കുഷനുള്ള സീറ്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അന്ന് ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ കയറി കഴിഞ്ഞപ്പോ ഇത് അവര് എന്നെ പിടിച്ചിട്ട് 500 രൂപ ഫൈൻ അടപ്പിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇത് അതിനകത്ത് ഇരിക്കാൻ പാടില്ല. അത് വേറെ കുറച്ചും കൂടി എന്താണ് ടയർ 1 പ്രയോർ കസ്റ്റമർ അങ്ങനത്തെ പറഞ്ഞൊരു സെക്ഷനാണത്. ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിന് പറ്റിയ ഇതാണ് അതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് എന്നെ പിടിച്ചിട്ട് എനിക്ക് 500 രൂപ ഫൈൻ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആരെങ്കിലും മുമ്പിലായിട്ട് വന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ സീറ്റ് കണ്ടുകഴിഞ്ഞാൽ നല്ല സീറ്റാണ്, അവിടെ തിരക്കുറാന്നൊക്കെ പറഞ്ഞ് കയറി ഇരിക്കരുത്. 500 അവർ പറയുന്ന കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഗൈസ്, കെയർഫുൾ അബൌട്ട് ദിസ് സീറ്റ് ആൻഡ് കുഷൻ സീറ്റ്. ഓക്കെ, അങ്ങനെ വണ്ടി മൂവിങ് ആയി തുടങ്ങി. വണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടിയുടെ ഒപ്പം നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, സോ CS-ന് നമ്മ CBD ബെല്ലാപ്പൂരിലേക്ക് അത്യാവശ്യം ഒരു മണിക്കൂറിന്റെ അടുത്ത് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. 1 മണിക്കൂറൊക്കെ എടുക്കും. ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസ്. സോ ലെറ്റ്സ് സീ CBD ബെല്ലാപ്പൂർ. അങ്ങനെ ഗായ്സ് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടെസ്റ്റിലായിട്ട് നടക്കണം. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബിൽഡിംഗ് ഉണ്ട്. ബോർഡ് ഓഫ് സീഫെയറേഴ്സ്, ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഓഫ് സീഫെയറേഴ്സ് അവിടെ പോയിട്ടാണ് സോ ലെറ്റ്സ് ഗോ. സോറി ഗൈസ്, വഴി മാറിപ്പോയി. ഇനി കുറച്ച് ഇത് വന്ന വഴി ഇനി തിരിച്ചു നടക്കണം. സോ വന്ന വഴി കുറച്ചങ്ങോട്ട് ഇതാ ജംഗ്ഷൻ വരെ നടന്നാൽ മതി. അവിടെ തിരിച്ചു നടക്കണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മ ഫൈനലി എത്തി ഗൈസ്. നമ്മ ഇവിടെ കയറാൻ പോകുന്നുള്ളിലോട്ട്. ഹായ്. ഇപ്പൊ പോയ കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. COP ടാർബുക്ക് കിട്ടി. എഞ്ചിൻ സൈഡ് ടാർബുക്ക് 250 രൂപ, ടെക്സൈഡ് ടാർബുക്ക് 460 രൂപ. ഞാൻ എഞ്ചിൻ സൈഡാണ്. അത് കാരണം എഞ്ചിൻ സൈഡിലെ ടാർബുക്ക് മേടിച്ചു. അപ്പൊ അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. സ്റ്റേഷനെത്തിയപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പൻവേൽ തൊട്ടുള്ള CS വരെയുള്ള എല്ലാ സ്റ്റേഷനും ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പൻവേൽ തൊട്ടുള്ള എല്ലാ സ്റ്റേഷനും ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. സോ വാച്ച് നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ. ഓക്കെ.